അത് നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളതാണ് 100 രൂപ നമ്മുടെ കയ്യിലേക്ക് വന്നു കഴിഞ്ഞാൽ 200 രൂപയുടെ ചിലവാണ് എന്നുള്ളത്. അങ്ങനത്തെ ഒരു ദിവസമായിരുന്നു ഇന്ന് എനിക്കെന്ന് പറയുന്നത്. രാവിലെ ഓഫീസിലേക്ക് വരാനായിട്ട് ബൈക്ക് എടുക്കുന്നു, എല്ലാം സെറ്റായിരിക്കുന്നു, ഹെൽമെറ്റ് തലയിൽ വെക്കാനായിട്ട് പോയി, അതിൻ്റെ 2 പാഡിങ് വീടിൻ്റെ കയ്യിലേക്ക് വന്നു. സോ എന്ത് ചെയ്തു, എന്തായാലും പുതിയ ഹെൽമെറ്റ് മേടിച്ചേ പറ്റത്തുള്ളൂ. ഷോപ്പിലേക്ക് പോയി കോർഡർ അയക്കണമെന്നുള്ള ഹെൽമെറ്റ് മേടിച്ചു. 8,500 രൂപയാണ് എൻ്റെ വില എന്ന് പറയുന്നത്. അതേസമയം എനിക്ക് രാവിലെ സിൽവറിൽ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി. അറൗണ്ട് ഒരു $100 $120 എനിക്ക് പ്രോഫിറ്റ് കിട്ടി. ഈ വാങ്ങിച്ച ഹെൽമെറ്റിൻ്റെ എക്സ്പെൻസ് എനിക്ക് അവിടെ എന്ത് ചെയ്തു, സോർട്ട് ചെയ്ത് പോകാനായിട്ട് സാധിച്ചു. ഞാൻ പറഞ്ഞു വന്ന മെയിൻ പോയിന്റ് എന്ന് പറയുന്നത്, ഇപ്പോൾ എനിക്ക് ജോലി മാത്രമാണ് ഉണ്ടായിരുന്നത് എന്നുണ്ടെങ്കിൽ എനിക്ക് ഒരിക്കലും ഈ പറയുന്ന എക്സ്പെൻസ് എനിക്ക് മീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ രണ്ടാമതൊന്ന് ചിന്തിച്ചാണ്. ഇല്ലെങ്കിൽ ഞാൻ 800 വരെ ചട്ടി ഹെൽമെറ്റ് വെച്ച് പോകേണ്ടി വന്നാൽ. പക്ഷേ അത്യാവശ്യം ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത് കൊണ്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനത്തെ ഒരു ഹെൽമെറ്റ് മേടിക്കാൻ പറ്റും. ഇപ്പോൾ റൈഡിങ് ഉള്ളതുകൊണ്ട് എക്സ്ട്രാ എക്സ്പെൻസ് എനിക്ക് അതുവഴി ടാക്കിൾ ചെയ്ത് പോകാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊരു വർക്കിംഗ് പ്രൊഫഷനാണ്, സിംഗിൾ ഇൻകത്തിൽ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും നോക്കാവുന്ന ഒരു ഏരിയ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നോക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ട്രേഡിംഗ് പഠിക്കാൻ ഇൻട്രസ്റ്റഡ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് എനിക്കൊരു DM മാത്രം അയച്ചാൽ മതി. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് സംസാരിച്ച് ഡീലാക്കാം.